പണ്ട് കാലങ്ങളിൽ ഓണത്തിന് വീട്ടിലെല്ലാം സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കളിയടുക്ക. അപ്പം വളരെ ഈസി ആയിട്ടും അതേപോലെ നല്ലൊരു ടേസ്റ്റുള്ള ഈ കളിയടുക്ക നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ തിരിയും ഇത് എത്ര നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണെന്ന്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇപ്പം വറുത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ചമ്മന്തിക്കൊക്കെ നമ്മൾ അരക്കൂലേ അതേപോലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഈ തേങ്ങ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിതാ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ തേങ്ങയുടെ പാലൊക്കെ ഈ അരിപ്പൊടിയിലേക്ക് ഇറങ്ങി വരുന്നത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഞാനിതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഇത് ബോൾസ് ആക്കി എടുക്കുകയല്ലേ, അപ്പോൾ കൈമലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വേഗത്തിൽ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. അതിനാണ് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് അരിപ്പൊടി ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കൈമേൽ ഇങ്ങനെ ബോൾസ് ആക്കി കിട്ടുന്ന കോലത്തിലായിരിക്കണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ച് വെള്ളമാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല തിളച്ച വെള്ളം തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പം വെള്ളം അധികമാവാണ്ടിരിക്കാൻ നോക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ചെറുങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായി ഒരു കുറച്ച് അരിമാവ് ഇതേപോലെ എടുക്കുക. എന്നിട്ട് കൈമേൽ വെച്ചിട്ട് ഒന്ന് ബോൾസ് ആക്കി എടുത്താൽ മതി. ഇതാ കൈമലൊന്നും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കൈമലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്കിതിങ്ങനെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇത്ര വലുപ്പത്തിലാണ് ഞാൻ ബോൾസ് ആക്കി എടുത്തത്. അപ്പം നമുക്ക് ഇതേപോലെ എല്ലാം ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുപ്പിക്കാം. ഇപ്പൊ ഞാനിതാ എല്ലാം ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് ഇത്രയും ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വരണം. എന്നിട്ടാണ് ഈ ബോൾസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതാ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയുടെ എല്ലാ ഭാഗത്തും നമുക്കിങ്ങനെ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ ബോൾസ് ഇട്ട് കൊടുക്കാൻ. 1 മിനിറ്റ് ഒക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം ഇത് പൊട്ടിപ്പോകില്ലേ. അപ്പം അരിപ്പൊടിയല്ല, അപ്പോൾ വേഗം ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് 1 മിനിറ്റ് എങ്കിലും ഇങ്ങനെ എണ്ണയിൽ തന്നെ വെച്ചിരിക്കാൻ പറയുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക.
ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് മേലെ നല്ലോണം ഒന്ന് കരിഞ്ഞു വരും, പക്ഷെ ഉള്ളിൽ അങ്ങനെ തന്നെ കിടക്കും, നല്ല ക്രിസ്പി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ, ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇതാ നല്ലോണം ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഇത് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നല്ലൊരു ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളതാണിത്. ഇപ്പൊ ഇതാ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പൊ ഞാനിതാ എല്ലാം ഇങ്ങനെ കോരിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്താൽ നല്ല ഹാർഡായിട്ട് കിട്ടുകയും ചെയ്യും, അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതേപോലെ പൊട്ടിച്ചൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നല്ലൊരു സ്നാക്സും കൂടിയാണിത്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇത് കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറെ നാൾ ഇതിങ്ങനെ കഴിക്കാൻ പറ്റും. അങ്ങനെ വേഗം ഒന്നും കേടുവരാത്ത ഒരു സ്നാക്സും കൂടിയാണിത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. അതിന് വൈകുന്നേരമൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ ഇതാ ഇത് എത്ര ക്രിസ്പി ആയിട്ടുള്ളതാണെന്ന് ഈ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യണേ. അതേപോലെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ കമന്റും കൂടി ഒന്ന് പറയണേ. ഓക്കെ, ബൈ.